കർത്താവിൻ്റെ സന്നദ്ധയിൽ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എണ്ണത്തിൽ കുറയാതെ ആയുസ്സോടെ സൂക്ഷിക്കും അല്ലേ? നമ്മളെ ഓരോരുത്തരെയും കരുതുന്ന കർത്താവിൻ്റെ കരുതൽ എത്ര വലുതാണ്. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ ദയ എന്നാണ് വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ വായിക്കും. വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് ഇന്ന് വരെ അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ളതല്ലാതെ മുടിഞ്ഞുപോയോ? ചിലപ്പോഴൊക്കെ കാലത്തിലും അരിയും എണ്ണയൊക്കെ കുറഞ്ഞിട്ടുണ്ട്, പേഴ്സിൽ സാമ്പത്തികം കുറഞ്ഞിട്ടുണ്ട് അല്ലേ? അതൊക്കെ സ്വാഭാവികമായിട്ടും നേരത്തെ പ്രയാസങ്ങളേ ഉള്ളൂ. അത് കഴിയുമ്പോൾ വിടുതലല്ലേ, സമൃദ്ധിയല്ലേ, അനുഗ്രഹങ്ങൾ തന്നില്ലേ ദൈവം. നമ്മുടെ കുടുംബത്തെ മാനിച്ചു. പണ്ട് ഉണ്ടായിരുന്ന വീടാണോ ഇപ്പോഴത്തെ വീട്? പണ്ടത്തെ വലിയ സൈക്കിളുണ്ടോ വീട്ടിൽ? ഇല്ലല്ലോ. ഇപ്പോൾ ഒന്നിന് പകരം എത്ര കാറാണ് വീട്ടിലല്ലേ? പണ്ട് എങ്ങനത്തെ വസ്ത്രങ്ങളായിരുന്നു? ഒരു വസ്ത്രമൊക്കെ അലക്കി ഉടുത്ത് അല്ലേ? ഇന്ന് എത്ര വസ്ത്രങ്ങളാണ്. അപ്പം മുടിഞ്ഞു പോയില്ലല്ലോ. നമ്മെ അനുഗ്രഹിച്ചു, നല്ല കുടുംബജീവിതം തന്നു, നല്ല തലമുറയെ തന്നു, നല്ല വീടുകൾ തന്നു, നല്ല ജോലി തന്നു, സൗന്ദര്യം തന്നു. എത്രത്തോളമൊക്കെ ദൈവം നമ്മളെ മാനിച്ചില്ലേ? ദേശക്കാരുടെ മുമ്പിൽ, സ്വന്തക്കാരുടെ മുമ്പിൽ, അയൽക്കാരുടെ മുമ്പിൽ നമ്മെ മാനിച്ച് ഉയർത്തിയ ദൈവം. അവരൊക്കെ പറയാൻ പറ്റുന്നുണ്ട്, അവരുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അവരുടെ പാട്ടും പ്രാർത്ഥനയും സ്തുതിയും സ്തോത്രമൊക്കെ മതിയല്ലോ. പലരും നമ്മുടെ അടുക്കൽ വന്നിട്ട് പ്രാർത്ഥിക്കണേന്ന് പറയാറില്ലേ? എന്തുകൊണ്ടാണ്? അവർക്ക് പ്രാർത്ഥിച്ചിട്ട് വിടുതൽ കിട്ടുന്നില്ല. അപ്പം നമ്മൾ പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ട്. അതെങ്ങനെ കിട്ടുന്നത്? നമ്മൾ സേവിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അപ്പോൾ ജീവനുള്ള ദൈവത്തിന് കണ്ണ് കാണാം, ചെവി കേൾക്കാം, ശബ്ദമുണ്ട്, സംസാരിക്കാൻ കഴിയും, നടക്കാൻ കഴിയും, വരാൻ കഴിയും, പ്രവർത്തിക്കാൻ കഴിയുമല്ലേ? അപ്പോൾ ആ ദൈവത്തിനെ വിളിച്ചപേക്ഷിക്കുന്ന ദൈവജനം ഒരിക്കലും മുടിഞ്ഞു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. കർത്താവിൻ്റെ ദയ നമ്മളോടുകൂടെ, നമ്മുടെ തലമുറയോടുകൂടെ, നമ്മുടെ ഭവനത്തിൽ നമ്മൾ എന്തെല്ലാം നമ്മൾ കൈകാര്യം ചെയ്യുന്നു അതിലെല്ലായിടത്തും ഉണ്ട്. പരിചയ കൊണ്ട് അതുപോലെ ദയ കൊണ്ട് മറയ്ക്കുന്ന ഒരു ദൈവം, ശത്രുവിൻ്റെ സകല തീയമ്പുകളെയും ശാസിച്ച് വിടുതൽ തരുന്ന കർത്താവ് നമ്മുടെ കൂടെ ഉള്ളതിനാൽ ആമേൻ, നമ്മൾ മുടിഞ്ഞു പോകാതെ നിത്യതയിൽ ചെല്ലുവോളം നമ്മളെ സൂക്ഷിക്കുന്ന ദൈവത്തിന് മഹത്വം കൊടുത്ത് സ്തോത്രം ചെയ്യാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കും, വർദ്ധിപ്പിക്കും, ദയോടെ കാക്കും. സ്തോത്രം. കർത്താവ് വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.